അല്ല ഞങ്ങളെ നാട്ടിൽ പോക്കോണ്. ഞാനേ എന്റെ തുണി കുപ്പായൊക്കെ ആകെ പറ്റ നേരച്ചാണ്ട് കുമ്പളം കഴിക്കണം. അപ്പൊ തുണി കുപ്പായ ഒന്ന് മാറ്റണം, അതൊന്ന് വാങ്ങാൻ പോവാണ്. പിന്നെ ചെരുപ്പ് ഒന്ന് പൊട്ടിക്കണ്, അപ്പൊ അതൊന്ന് മാറ്റും വേണം. ആയിക്കോട്ടെ, ഞാൻ വരാം കേട്ടോ. അയാൾ തുണി കുപ്പായം മേടിച്ചാൻ പോയെ. തുണി കുപ്പായം മേടിച്ചൂടെ? ഏതാണ് തന്ത? എനിക്കല്ല തന്തനാ, ആ ഭൂലോക ഇറക്കുന്ന തന്തയാണ്. അയാളോ? അയാൾ ഈ ഇറക്കുന്ന തന്ത 2-3 മാസമായി ഡ്രസ് ഇട്ട് തുടങ്ങിയിട്ട് ഇതുവരെ മാറ്റിയിട്ടില്ല. ഇനി മാറ്റാൻ പോയത് വല്ലതും സംഭവിക്കും. എന്താണ്? ആളുണ്ട്. എന്താ വേണ്ടി? പിന്നെ ഇജാതി കമ്പിയാണ് 12 പമ്പിന്റെ ഒരു 15 കിലോ വേണം. ഉണ്ടാവോ? വേണ്ടല്ലോ, ഇഷ്ടംമാരുണ്ട് സാധനം. भाई वो आदमी का कम भी हो उधर देखे बोलो भाई, वो सामान उधर डालो. കുട്ടിയെ എന്താക്കാൻ നിൽക്കാണ്ട് ഞാൻ തപ്പി തരണു. എനിക്ക് വേണ്ടി ആ കുട്ടിക്കറിയേ. അല്ല, ഇപ്പണ്ട് പോയിട്ടുള്ളു വണ്ടി. കുറച്ച് വൈകിങ്ങള് ഇപ്പൊ എന്താ ചെയ്യാ? അജ എന്റെ കുട്ടിയെ പറ്റിച്ചല്ല പോയി. പൊന്നാര കുട്ടി വെച്ച് നാളെ കല്യാണുള്ളാണേ. ഇവത്തെ കാട്ടെ ഞാന് എന്താ ഞാൻ കാട്ടണോ? വണ്ടി ഇപ്പൊ പിടിച്ചെടുത്താൻ കഴിയൂലല്ലോ. വണ്ടി ഓലത്തിന് പോയി. അല്ല, കല്യാണത്തിന് ഇപ്പൊ എന്താ ആവശ്യം? മൂപ്പര് ഡ്രസ്സിന് എടുക്കാൻ വന്നാണേ. ഇവിടുന്ന് ഡ്രസ്സ് നല്ല നോക്കിയാണ് മൂപ്പരെ കൊണ്ടുപോലെ. കല്യാണത്തിന് ആക്രിക്കറിയുന്ന ഡ്രസ് കൊണ്ടോണ്. പൊന്നാര മന അഞ്ഞ് തുണി കുപ്പായ ഞാൻ ഒപ്പിച്ചോളാം. ഒരു കാര്യം ചെയ്യും, ഇവിടെ ചെരുപ്പുണ്ടി കാട്ടിക്കാം. ചെരുപ്പ് ആകെ പൊട്ടി കേറുന്നേന്. അതിന്റെ കാക്കാ, ആക്രിക്കടയിലൊക്കെ ചെരുപ്പുണ്ടാവും. ഇപ്പൊ ഉണ്ടെങ്കിൽ തന്നെ പച്ച പരിപ്പൂരി ചെരുപ്പല്ലുണ്ടാവുള്ളൂ ഇവിടെ. അത് ഇടാൻ പറ്റുമോ? അതിന്റെ മനെ പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മളൊക്കെ കാലത്ത് ചെരുപ്പ് പാററ്റ് കഴിഞ്ഞാല് തുപ്പലം കൂട്ടിക്കാണ്ട് കുത്തിത്തിരിക്കല. ഞാനല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഈ കുപ്പായത്തിന്റെ ഈ ഭാഗം ഉണ്ട് ഒരു തിരിച്ചുകാണ്ട് കയറ്റിലേക്ക് എന്നിട്ട് വലിച്ചെടുക്കാണ്. അങ്ങനെ കുറെ കാലം ഉപയോഗിച്ചിന്. പക്ഷെ ഇപ്പത്തെ കുട്ടികളാണെങ്കിൽ പാറന്ന് പോന്നു കഴിഞ്ഞാല് അവട്ടു പിള്ളേർ അടുത്ത് പുതിയ വാങ്ങാണ്. ആ ചെരുപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കുക ഒരു 3-4 മാസം. അറിയാം എനിക്ക് എന്തേ വെറുതെ ഒഴിവാക്കണത്. കുട്ടിയെ എടുത്തോടാ ഉണ്ടെങ്കിൽ എടാ ഉണ്ടെങ്കിൽ കൊടുത്തോളാ. 5 മാസം ഇട്. കാക്ക ഇവിടെ ചെരുപ്പൊന്നും ഇല്ല. ഉപയോഗം ചെരുപ്പൊന്നും ഇവിടെ കിട്ടൂല. എത്ര കാക്കത് ഫാൻസിയോ? ജയ് പഴയ സെഡി എത്തിട്ട് എടുത്ത് മുപ്പർക്ക് കൊടുത്താ. ഷെഡിയോ? എടാ ചങ്ങായി, ഷെഡ് എന്തിനാ? കുത്തിക്കിടാനോ? ഒരു മനുഷ്യന്മാരെ കാണാത്തത്തിന് സാധനം കയറ്റുന്തിനാ? എന്താ അറ്റടി പോവോ? ഇതന്നെ പൈസ ഉണ്ടായിട്ട് വാങ്ങല്ല, ഒരു കല്യാണം കൊണ്ട് വാങ്ങണത്. ചെപ്പില്ലാണ്ടപ്പത് ഒരു ഒലക്കം കിട്ടിയല്ലോ പോയി. വെറുതെ ആയിപ്പോ വരവ്. ഓക്കെ, ഇനി വരാണ്ട് സാധനം ഇനി വരാണ്ട് ഇല്ലല്ലോ. സാധനം കുറച്ച് വരാണ്ട്. നമ്മളെ ഇറക്കുന്നതല്ല വരണ്ടി. അയാൾ അറിയില്ല എനിക്ക്. സംഭവം അത് നമ്മളെ അയൽവാസിയൊക്കെ തന്നെയാണ്. പക്ഷെ ഭൂലോക ഇറക്കനാണ്. അങ്ങനെ ഇങ്ങനെ കേറും തോന്നണില്ല. നിക്കണോക്കിയ ഒരു 10-100 ആലോചിച്ചിട്ട് കേറുള്ളതിൻ്റെ ഉള്ളിൽ. ഇനിയിപ്പോ ആൾക്കാർക്ക് സാധനം കിട്ടിക്കാണെങ്കിൽ ഇപ്പൊ ചില്ലറ കൊടുത്താൽ മതി. ഇപ്പൊ ഇനിയിപ്പോ 10 രൂപ മുടക്കാമല്ലോ. മുടക്കല്ല, അപ്പൊ എന്ത് ചെയ്യാ? കുടുംബത്തിൽ കല്യാണല്ലേ, ചെരുപ്പില്ലാതെ അങ്ങനെ പോവാ. എത്താണ് മാന അതിനുള്ള ആകെ ചൂടാണല്ലേ. എങ്ങനെയാ ചൂടാവാക്ക? 19 ഇട്ടിക്കണാക്ക. ഒരു 10-40 ഇട്ടാണ് തണുപ്പിച്ചൂടത്. വെറുതെ നല്ല പൈസ ഇട്ടില്ല ഞങ്ങൾക്ക്. അത് തണുപ്പേ, അത് കുറച്ചിട്ടാലേ കിട്ടുള്ളൂ. അത് ചെരുപ്പ് അടിക്കാം. ചെരുപ്പ് പൊട്ടിക്കണം. നല്ല തന്നെ ആയിക്കോട്ടെ അല്ലേ? ആയിക്കോട്ടെ. കുടുംബത്തിൽ കല്യാണേ ഒരു 10-5 രൂപ നല്ലൊരു സാധനം വെക്കോട്ടെ. നോക്കട്ടെ. 25-നാണെങ്കിൽ അവിടെ ആക്രിക്കടി നോക്കിക്കൂടെ? പൊന്നാര മനെ അവിടെ പോയി നോക്കിയിടും. 1-2-3 അടി പോയി നോക്കി. അവിടെ വേണ്ടേ? അവിടെ ഇങ്ങോട്ട് വന്നേ ഒക്ക കൊട്ട വണ്ടി വന്നിട്ട് വലിച്ചോണ്ടേക്കണേ. വണ്ടി കജ്ജി കിട്ടട്ടെ, കാണിച്ചു കൊടുക്കാം. ഈ യോഗ അനക്കാണ് കരുതിയാൽ മതി. അയമറ്റി നീരാണ് നീട്ടെ. ഈ ഋത്തുവിളി അതൊന്നും പറയാ ചൽക്കാതെ.
ആ തന്തേ 25ന്റെ ചെരുപ്പൊക്കെ ചോദിച്ചാൽ വന്നിട്ടുണ്ട്. നല്ല ഡാമേജ് പീസും ഇവിടെ ഏതെങ്കിലും കിടക്കുന്നുണ്ടാവും. അതാ പിസ്കനാജി കൊണ്ടായി അതും കൊണ്ടായോ ഒക്കെ അങ്ങോട്ടുള്ള കയറി എൻ്റെ പിസ്കന്മാര്. അപ്പൊ നല്ല തന്നെ എടുത്തു കൊടുക്കാം അല്ലേ? നല്ല കൊടുക്കാൻ. ഇതൊന്നിട്ട് നോക്കി 8 സൈസാണ് കറക്റ്റ് കയറാൻ. അതെന്താ വില? ഇതിന് 100 ഉള്ളേ. പഠിച്ചാ 100 റുപ്യ കാൽ കൊണ്ട് ചെരുപ്പിനോ? എന്നാലും ചങ്ങായി 100 റുപ്യ ഒന്നും തരാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യ്, 8 വേണ്ട, ഒരു 4 എടുത്തോ. 50 റുപ്യ ചെരുപ്പായി എനിക്ക്. 4ന്റെ നിങ്ങൾക്ക് കൊള്ളൂല. 4ന്റെ 8നൊക്കെ ഒരേ വില തന്നെയാണ്. ആ ചെരുപ്പെടുത്താ അത് 12 വലുതാ. അതെന്തല്ല? അതിന് 100 തന്നെ ഉള്ളു. എന്നാ മതി അടുക്ക്. അത് വലിപ്പം കൂടുവേ. ഏറിക്കോടെ ചങ്ങായി ബാഗ് കുറച്ച് നീണ്ടോട്ടപ്പം ചെറുതിനും വലുത് വിലയാണെന്നുണ്ടെങ്കിൽ വലുതല്ലേ ലാഭം. ജൽക്കാർ എടുത്താ നീണ്ട് ഇന്നത്തെ കുഴപ്പമിന്. അത് കൊണ്ടുപോയിക്കോളേ. ഏയ് സംഭവം ഒന്നും തോന്നണ്ട. എന്താ വെച്ചാലേ ഇപ്പൊ 100 റുപ്യേനെ ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ധാരാളിത്തായിക്കണ് പോയി. ഇങ്ങനെ ജീവിക്കുക ദുനിയാവിലൊക്കെ ദിവസം പിസ്കത്തറിഞ്ഞ് പഠിച്ചണം. ഇനിയിപ്പോ അതിന് വലിയ കോഴ്സ് നോക്കട്ടെ ഞാൻ. ശരി ഇനിയും ബിസ്കത്തര റബ്ബേ. അപ്പൊ ഈ കാട്ടിയൊന്നും ബിസ്കത്തരല്ലേ കാക്കാ? ബരി ബരി. എന്താ മോനെ ബാക്കി നീ തരാണ്ടോ? ബാക്കിയല്ലേ കാക്കാ? അത് നേരത്തെ 8-10 തുണി ഉണ്ട് അല്ലേ? എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല എപ്പോഴും ഈ തുണി തന്നെ കാണില്ല. ചങ്ങന്മാരെ ഒരു തുണി കുപ്പായം കേടല്ല എപ്പളാ? ഇട്ട് നടക്കുമ്പോ ഇട്ട് നടക്കുമ്പോഴല്ല നിങ്ങൾക്ക് വഹിച്ചു. അതായത് അലക്കുമ്പോ തുണി കുപ്പായം തിരുമ്പുമ്പോഴാണ് കേടുവരാ. ഞാൻ എന്താ ചെയ്യാറിയോ? ഈ സാധനം ഒരു 4 ദിവസം ഇങ്ങനെ തന്നെ ഇട്ടു. അത് കഴിഞ്ഞാണ്ട് 4 ദിവസമായിട്ട് മറിച്ചിടും. അങ്ങേപ്പാട് 4 ദിവസം. അപ്പൊ 8 ദിവസം തിരുമ്പും. അതാണ് എന്റെ ഡ്രസ്സൊക്കെ എപ്പോഴും ഒരേപോലെ കാണുന്നത്. കാരണം എനിക്ക് വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടങ്ങള്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞില്ലേ ബിസ്കത്തരം പഠിച്ചണം, അതിന് പറ്റിയ ഒരാളെ നമ്മളെ അടുത്ത്. ബിസ്കത്തരം പഠിച്ചാൻ പറ്റിയ ആളോ? ഇങ്ങനെ ഒരാളിന്റെ അടുത്തുണ്ട്. പിസ്കനാജി, മലപ്പുറം പിസ്കനാജി. പിസ്കനാജിയോ? ആയിക്കോട്ടെ, എനിക്ക് പരിചയമുള്ള ആളാ? നല്ല ആളാ. ഞാൻ വിളിച്ചോളാം വേണമെങ്കിൽ. വിളിച്ചു പറയാം. ഞാൻ നാളെ തന്നെ പോയിക്കോളാം. ഭയങ്കര ചെലവാണ് പോയി. ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിസ്കത്തരം പഠിച്ചതിന്റെ മണം. എനിക്കാണെങ്കിൽ തീരെ. ഞാൻ വിളിച്ചോളാം. ആയിക്കോട്ടെ. അവനെ വിളിച്ചോളാം. അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. അല്ല മോനെ, ഈ പിസ്കനാജിന്റെ വീട് എവിടെയാണ്? പിസ്കനാജിയോ? നിങ്ങൾ ഈ പിസ്കൻ കോയാക്കാനാണ് ആലോചിച്ചത്? പിസ്കനല്ലേ ആള്? ആള് പിസ്കൻ തന്നെ. അതിപ്പോ അവിടെ മീറ്റാക്കാൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ആയിക്കോട്ടെ, വലിയ ഉപകാരം. ആയിക്കോട്ടെ. ആ പിസ്കൻ നന്ദനൊക്കെ ചോദിച്ചപ്പോ ആൾക്കാർ വരല തുടങ്ങിയ. ഇതിപ്പോ ഏതൊരു പുതിയ ആള്? എന്നൊരു മോട്ടോർ സൈക്കിൾ ആയിട്ടാണ് വന്നോളൂ. ചൈമൾ ബൈക്കൂടെ? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കാക്ക, ഈ പിസ്കൻ കോയ ആജിറാക്കാന്റെ വീട് എവിടെയാണ്? ഇജ്ജ് പോരുന്നാ വരുന്നുണ്ട്? ഞാൻ കുറച്ച് വിട്ടുന്നാണേ. ഞാൻ ഇന്ന ഒരാള് 30 പറഞ്ഞു. ഞാൻ തന്നെയാണ് പോയേ. അന്നെ കാത്തു തുടങ്ങിയിട്ട് 4 ദിവസമായി. എന്നിട്ട് ഇപ്പഴാ വരുന്നുണ്ട്? അത് ശരി, ഇങ്ങനെയാണല്ലേ. ഞാനേ ഞമ്മക്കിപ്പോ ട്രെയിനും ബസ്സിനും വരാൻ പറ്റുമല്ലോ. ഞാൻ നടന്നുകാണ് പോന്നിക്കാണ്. കുറച്ച് കടലയും വെള്ളത്തിലിട്ട് കണ്ടൊന്ന് വറുത്തുകളൊക്കെ വിറ്റിയാണെങ്കിൽ പോന്നു. 10 രൂപ കിട്ടും. നന്നായി നടന്ന് കാണുന്നേ വരണ്ടേ? എന്നാ വാ, ഒരു പണിയുണ്ട്. ആ ഹോട്ടലിനെ ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോവാ. വാ. വെള്ളം വാങ്ങി തരാൻ പിസ്കനോ? ഇയാളെന്താ പിസ്കനോ? ആള് മാറിയോ? ഇയാളെ 10 രൂപ പഠിച്ചാ കളിച്ചോനെ. വാ. ഒറ്റ മിനിറ്റ്. ആൾക്കാരെ അടിക്കും അങ്ങാടിക്കും എത്തിയാലേ ചെരുപ്പ് അപ്പണം, അല്ലെങ്കിൽ ആ കുരിപ്പൊക്കെ നമ്മളെ മുഖത്തേക്ക് നോട്ടേക്കാം. നടക്കേ. ഇവിടെ ഇരിക്കേ. ഏതാ നോക്കിക്കൊണ്ടിരിക്കണ്ട്? ആ കുടിച്ചൂടെ വെള്ളറച്ച് ഇതോ? വെള്ളം നിറഞ്ഞിട്ട് അൽഹംദുലില്ലാ. മതി, വെള്ളറച്ച് കുടിച്ചോ. നീച്ചേ നടക്കേ. സമാധാനായി. പിസ്കൻ തന്നെയാണ്. ഞാൻ ജ്യൂസ് വാങ്ങി തരുന്ന കരുതിണ്ട്.
ആ ഇങ്ങോട്ട് പോരെ വള്ളം ഇറങ്ങിയില്ലപ്പ എനിക്ക് ആ ആ അതാ പറഞ്ഞത് ഇങ്ങോട്ട് വാ ആ അതൊക്കെ ആൾക്കാരും ഇല്ലല്ലോ ഇജെന്ത് ഉറപ്പല്ലേ ഇജാ ആ ആ ചെരുപ്പ് ഊരാണ് കൈക്ക പിടിച്ചു അത് വെറുതെ തേയിച്ചുണ്ടല്ലോ കുടിച്ചാണ്ടേ ഊരാന്ന് പൊന്നാര ആചാര്യ ഞാൻ ചെരുപ്പായിട്ട് ചെയ് എന്തേ ചെരുപ്പിട്ടാണ് കാലിന് തേപ്പിച്ചത് ഞാൻ മിഞ്ഞാന്ന് ആദ്യം മുമ്പ് ഒരു ചെരുപ്പ് വാങ്ങി ഞാനേ അത് 100 കൊടുത്ത സങ്കടം കൊണ്ട് ഞാൻ ഞാൻ അവിടെ തന്നെ കൊണ്ടേ കൊടുത്തു ആക്രിക്കാരൻ നീ കിട്ട വാങ്ങാന്നല്ലാണ്ട് ചെരുപ്പ് എടുക്കാം അപ്പൊ ഇജ്ജ് കൊറേ പഠിച്ചുള്ളോ ഇനി ഇന്നത്തെ എനിക്ക് പഠിച്ചാള് ഇനി പഠിച്ചാൽ അങ്ങനെ തന്നെ വേണ്ട അല്ല കോയാക്ക ആ. ഇത്ര ബിസ്കനായ നിങ്ങൾ എങ്ങനെ ഇപ്പൊ പൈസ മുടക്കാണ്ട് അജിനോ ഹാജരായത് ആരെ പൈസ മുടക്കി പോയി ഞാൻ നടന്നുകാണ്ടല്ലേ പോയത് പിന്നെ പോണ വൈക്ക് മുഴുവൻ കച്ചവടം പോയി ആ അങ്ങനെ ഓരോരോ സാധനങ്ങൾ വിറ്റിക്കാണ്ടല്ലേ ഞാൻ പോയത് ഇച്ച് ഭയങ്കര ലാഭമായിരുന്നു ഒരു കാര്യം കേൾക്കണോ ആ. ഇച്ച് തീരെ പയച്ചിട്ടില്ല ഞാൻ ഇങ്ങനത്തെ ആടിനെ തെരഞ്ഞില്ലേ നടക്കിങ്ങള് നിങ്ങൾ കുറെ പഠിച്ചാണ് വരുന്നത് ഇറങ്ങാനും പഠിച്ചാണ്ട് ഇജ്ജ് ഇത്ര വലിയ പേരെ ആ ഞാൻ കരുതി നിങ്ങൾ ബിസ്കനായപ്പോ നിങ്ങൾ ചെറിയ പേരേക്കാരൻ കരുതി അപ്പൊ അങ്ങനെ പിസ്കിക്കാണ്ട് തന്നെയല്ലേ ഈ പെര ഉണ്ടാക്കിയത് ആ അതിന്റെ മോൾക്കൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെ ഇങ്ങനെ ഇറക്കത്രം കാട്ടിട്ട് തന്നെയാണ് ആ അങ്ങനെ പിരിക്കിക്കാണ്ട് തന്നെയല്ലേ ആ കാറും വാങ്ങി കഴിഞ്ഞാ കാറോ ആ അടോക്കാച്ച് കാറ് ഓടലൊന്നുമില്ലല്ലോ അപ്പൊ ഓടി അയക്ക് എണ്ണ അടിച്ചണ്ടേ പിന്നെ അതിന്റെ ടയറും തേയില്ലേ ആ അതൊരു ആ കാര്യമാണ് അത് നോക്കണ്ടേ നമ്മള് ആ. ആ അതുണ്ടാവുമ്പോൾ വാങ്ങിയിടുക ആ ഇങ്ങോട്ട് പോന്നാച്ചി ഇടുവാ ആ ഇജ് ഇവിടെ നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ആ ആ എനിക്കിവിടെ നിന്നാ കൊണ ഉണ്ടാവുള്ളൂ കുറെ പഠിച്ചാനും ഉണ്ട് എന്റെ അടുത്ത് പഠിച്ചാണേ ആ പക്ഷെ എന്നെ കൊണ്ട് നിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പൊ എന്റെ സംശയം അതെന്താ ഇവിടെ ഞാനെന്ന് പറഞ്ഞാല് ഉം. ചോറ് നമ്മള് ജാറം പുള്ളാക്കിയാണ് തിന്നൂല ആ ആ ഒരര വയറ് ഉം. ആ അയിമൾ നിർത്തും അതന്നെ നമ്മൾ ഇറച്ചി മീനൊന്നും കൂട്ടൂല അതൊക്കെ കൊളസ്ട്രോൾ അല്ലേ ഇഞ്ചക്ഷൻ ഉണ്ടാവും ആ ഇഞ്ചക്ഷൻ ഉണ്ടാവും ആ എനിക്ക് കുറെ ഒക്കെ അറിയാപ്പോ ആ. ആ അപ്പൊ നല്ല സാധനങ്ങൾ തിന്നുക പച്ചക്കറിയും കൂട്ടാലും അയിമലും പൈസ ഇപ്പോഴേ മരുന്ന് കടിച്ചാണ്ട് അതെ 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 അപ്പൊ ഞാൻ എന്താ കാട്ടരുതെന്ന് വെച്ചാല് ലേശം ചോറ് എടുത്തിട്ട് അതിക്ക് ലേശം വെളിച്ചെണ്ണ വെട്ടിച്ചു ഉം. കുറച്ച് ഉപ്പ് വായിക്കിട്ട് ഒരു ഒറ്റ ഭയങ്കര എന്നിട്ട് അതന്നെ അടിച്ചു ആ. ആ വൈകുന്നേരം അന്തിക്ക് ഞാൻ അതാ തിന്നാ. അപ്പൊ ഇനി മുതൽ അനക്കും അതേ ഉണ്ടാവുള്ളൂ അപ്പൊ ക്ഷീണമൊന്നും ഉണ്ടാവില്ല എന്ത് ചെയ്യണം 10-15 വയസ്സായ മനുഷ്യൻ കണ്ടിച്ച് ആരോഗ്യത്തോടു കൂടി ഞാൻ പാർന്ന് കണ്ടിട്ടില്ലേ പൂമ്പാറ്റ വളരില്ലേ ഞാൻ പോലെ നമുക്കൊരു കാര്യം കേൾക്കണം ഞാൻ ഇത് പഠിച്ചവൻ എങ്ങനെ അടുത്ത് വന്നിട്ടുണ്ട് ആ അര വർഷം ഭക്ഷണം എങ്ങനെ കഴിക്കുക അതൊക്കെ ഇനി കുറെ പഠിച്ചാണ്ട് ആ അതന്നെ അപ്പൊ അത് നിന്ന് പഠിച്ചാ എനിക്ക് തന്നു ആ ഒരുപാട് പൈസ ലാഭം ഉണ്ടാക്കാം ഇയാള് ഫിസ്കൻ തന്നെയാണ് ഇയാള് ഞാൻ കുറെ പഠിച്ചു എന്താ പറ്റി ആലോചിച്ചിട്ട് നേരെ ഇറ്റായില്ലേ നമുക്ക് വർത്താനം പറയാൻ എന്തിനാ ലേറ്റ് ആ ലേറ്റാണ് ഓഫ് ആയിക്കാം ആ വെറുതെ കറണ്ട് ബില്ല് കൂട്ടണ്ടല്ലോ അത് നിങ്ങൾ പറഞ്ഞ കാര്യമാണ് ആ, അതാണ് പഠിച്ചാണ്ട് അല്ല ബാവേ തുണിയും കുപ്പായൊക്കെ പറ്റി ഏത് തുണിപ്പിടി നടക്കല് അല്ല ആദായം എവിടെ നോക്കാൻ വേണ്ടിട്ടാണ് ഇതാണ് ആചാര്യ എങ്ങക്ക് ഏ? തുണിപ്പിടി പോയി തുണിടിക്കേ പൊന്നാരാചാര്യ ഞാൻ പോയി എടുക്കല് മറ്റേ ആക്രി കടീന്നല്ലേ ആക്രി കടിയെന്നോ അതായത് ഈ പഴയ സാധനം വെക്കാൻ പോണ അണ്ണന്മാരെ കണ്ടല്ലോ ആ. ഓതി തുണി കുപ്പായൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും അവിടെ പോയി എടുക്കാൻ നമുക്കേ അവിടുന്ന് പോയിട്ടാൽ ഗുണം എന്താ ആൾക്കാരോ അതെന്താ അവിടെ പോയി പൈസക്കാരുടെ തുണിക്കുപ്പായി 2000-നും 5000-നും 3000-ത്തിനൊക്കെ തുണിക്കുപ്പായും ആ. ഇതൊക്കെ ഇവര് ഇവിടെ വാങ്ങി കൊടുത്തിട്ടുണ്ടാവും ഞമ്മക്കൊരു 10 റുപ്യ 15 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും പഞ്ഞ പൈസക്കാരുണ്ട് ലേസം നേരച്ചിട്ടുണ്ടാവും അപ്പൊ നമുക്ക് അതിന് കുഴപ്പമൊന്നുമില്ല ആ അപ്പൊ ഇഞ്ഞ അവിടെ നിർത്താൻ മതി ഞാൻ കൊല്ലത്ര ഇപ്പൊ ഞാൻ ഇട്ടെടുക്കാൻ തുണിക്കുപ്പായുണ്ടല്ലോ ഇതൊരു 1.5 കൊല്ലം മുമ്പ് ഞാൻ അവിടെ നിർത്താം നോക്കിക്കളി ആ കണ്ണാണ്ടേ ഞാൻ ഒന്ന് ലൈറ്റ് ഇട്ടോ ആ എന്ത് പരിപാടി അജ്ജ് കാട്ടിയേ ലൈറ്റ് ആണ് ഓഫ് ആക്കി മുഴുവൻ കഴിച്ചിട്ടില്ല വീട്ടത്ത് വർത്താൻ പറഞ്ഞാൽ നമുക്ക് തുണിക്കുപ്പായും അതല്ല പാവേ എനിക്ക് ഇവിടുന്ന് ഈ ട്രൗസർ ഒരു 16 വട്ടം ഞാൻ തന്നെ തുന്നി ഉപയോഗിച്ചിട്ട് എന്നെ കൊണ്ട് കജ്ജായിട്ടാണ് ഞാൻ ആക്രി സാധനം പെറുക്കാൻ വന്ന പെണ്ണിന് എടുത്ത് കൊടുത്തത് അതിന്റെ അടുത്ത് പൈസ കൊടുത്ത് വാങ്ങിക്കച്ചത് എന്നോടൊരു കാര്യം പറയാണ്ട് പാവേ ഇജ്ജ് 4 ദിവസമല്ലേ ഇവിടെ നിൽക്കാറുണ്ട് ഇജ്ജ് വേണമെങ്കിൽ 4 മാസം തന്നെ നിന്നു എനിക്ക് ഇന്റെ അടുത്ത് നല്ല പഠിച്ചാൽ ഈ ചന്റെ അടുത്താണ് പിസ്കത്തരം പഠിച്ചാൽ ഹൈ എന്താണ്